ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉള്ളിമുളക് വറവാണ്. ചോറിൻ്റെ കൂടെയോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സൈഡായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. ഒരു 10 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുതെല്ലാം 2 പീസാക്കിയിട്ട് ഒന്ന് അരിഞ്ഞിട്ടിരിക്കുകയാണ്. വെളുത്തുള്ളി ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ നമുക്ക് ഈ ഉള്ളി വറവിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളൂ. എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ വെളുത്തുള്ളി അല്ലിയുടെ കളറൊക്കെ ലൈറ്റായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഈ വറ്റൽമുളക് അത്യാവശ്യം നല്ല എരിവ് കുറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ ഞാൻ 5 ചേർക്കുകയാണ്. നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ 1 അല്ലെങ്കിൽ 2 ചേർത്താൽ മതിയാവും. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുത്തപ്പോഴത്തേക്കും തന്നെ നമ്മുടെ വറ്റൽമുളകെല്ലാം നന്നായിട്ട് ഇതിനൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാകും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇനി ഈ ബാക്കി വന്ന എണ്ണയിലേക്ക് തന്നെ നമുക്ക് അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. സവാളയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റി കിട്ടിയോളും. സവാളയുടെ കളറും ലൈറ്റായിട്ടൊന്ന് മാറിക്കിട്ടണം. ഇതാ ഒരല്പ നേരം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ സവാളയുടെ കളർ നന്നായിട്ട് തന്നെ ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മീഡിയം സൈസ് തക്കാളിയിൽ ഒരു തക്കാളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതാണ്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. തക്കാളിയും കറിവേപ്പിലയും ചേർത്തിട്ട് വീണ്ടും നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. അങ്ങനെ വെന്തുടയണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് ഇതിനെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ലൈറ്റായിട്ട് നമ്മുടെ തക്കാളിയെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ വെന്തുടയണ്ട. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ചതച്ചെടുക്കാവുന്നതാണ്. വറ്റൽമുളകെല്ലാം വളരെ പെട്ടെന്ന് ചതഞ്ഞ് കിട്ടും കേട്ടോ. ഇതുപോലെ നല്ല രീതിക്ക് ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും ചേർക്കാം. കൂടെ തന്നെ ഇതിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ ഒരു സമയം ചേർക്കാം. വീണ്ടും നല്ല രീതിക്ക് തന്നെ ഒന്ന് ചതച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് ചതയ്ക്കണം എന്നുള്ള ആവശ്യമില്ല, ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇതുപോലെ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിമുളക് വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേറെ മസാല കൂട്ടുകളുടെ ഒന്നും ആവശ്യമായിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒരു ഉള്ളിമുളക് വറവും കൂടെ നല്ല ചൂട് ചോറോ അല്ലാന്നുണ്ടെങ്കിൽ കപ്പയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും വീട്ടിൽ ഇതുപോലെ ഒരു ഉള്ളിമുളക് വറവ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.